അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കീശ്ശേരിയിൽ കുയ്യമ്പറമ്പിലുള്ള ബീരാൻകുട്ടി കാക്കാനെ സംബന്ധിച്ച് അയാൾ മുറബിയാണ് എല്ലാം പറയുന്ന ചില വാക്കുകൾ ചിലരുടെ ഭാഗത്ത് ഞാൻ കേട്ടു. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. അയാളൊരു ഷെയ്ഖ് പോയിട്ട് എൻ്റെ കാഴ്ചയിൽ അയാളൊരു ഷെയ്ഖും അല്ല. 1993 കാലഘട്ടത്തിൽ ഞാൻ അരീക്കോടിനടുത്ത് സൗത്ത് പുത്തലത്ത് ജോലി ചെയ്യാണ്. അന്ന് SKSSFൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്. ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ പേര്. വ്യാജ സിദ്ധന്മാർക്കെതിരെയും മറ്റും വ്യാജ ബീവിമാര് സിദ്ധന്മാരൊക്കെ അതിക്രമിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ക്യാമ്പയിൻ്റെ ഉദ്ദേശം. അങ്ങനെ ഇരിക്കെയാണ് സൗത്ത് പുത്തലത്തിനടുത്ത് തൊട്ടടുത്ത മഹല്ലായ വാക്കാലൂർ, കാവനൂർ പഞ്ചായത്തിലെ ഒരു മഹല്ലാണത്. അവിടെ ഒരു ഔലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും അയാൾ ജനങ്ങളെയൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട് എന്നും ജുമാഅക്കോ ജമാഅത്തിനോ ഒന്നും തന്നെ അയാൾ പങ്കെടുക്കാറില്ല എന്നുമൊക്കെ അറിഞ്ഞു. എന്നാൽ ആ മഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മുദരിസിന് നല്ലപോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി. മുദരിസ് അന്ന് അവിടെ ദർസ് നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരിക്കെ മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ PC മായിൻകുട്ടി പൈസി എന്ന് പറഞ്ഞ ആളാണ്. പേരൊക്കെ അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിന് ശരിക്കും അറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല, ജുമാക്ക് വരില്ല, ജമാഅത്തിന് പങ്കെടുക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ മഹല്ല് കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹല്ല് സഹകരിക്കരുത്. അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിൽ മാത്രം അവർ വിലക്കേർപ്പെടുത്തില്ല. കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വരിക എന്നറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ളതിലൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയവർ. ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും, ഞാൻ 41 തടിയുള്ള മനുഷ്യനാണ്, ഞാൻ മക്കയിലും മദീനയിലും അവിടെയൊക്കെയാണ് ജുമാക്ക് കൂടുതൽ എന്നാ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ അവിടുന്ന് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്നും അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എൻ്റെ 2-3 കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആ മഹലിൽ ഒന്നെനിക്ക് ചെലവൊക്കെ കൊണ്ടുവരുന്ന നാസിർ എന്ന് പറഞ്ഞ കുട്ടീനെ, മറ്റൊന്ന് അലി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളെ, ഉഴുന്നൻ അലി അഷ്റഫ്, വേറെ ഒന്ന് ഒരു ആഫ് മുജാഹിദ്. ആഫ് മുജാഹിദ് പറഞ്ഞ അവരുടെ കുടുംബം മുജാഹിദാണെങ്കിലും അവിടെ പള്ളിയിൽ കൂടി നിസ്കരിക്കാൻ എൻ്റെ കൂടെ ദ്വാരക്കാനും നിസ്കരിക്കാനും എല്ലാം കൂടുന്ന ഒരാളാണ് മൻസൂർ കോട്ട. അവനെയും കൊണ്ടാണ് പോയത്. അപ്പൊ ഞാൻ ഇവിടെ പോവാണെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ പോരും. അങ്ങനെ ഞങ്ങൾ ചെന്നു, വീടൊക്കെ അന്വേഷിച്ച് ചെന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയതാണ്. ഞാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ആരും ഒന്നും കഴിക്കരുത്, അവിടുന്ന് വെള്ളം മറ്റോ തന്നാൽ കുടിക്കരുത്, കാരണം എന്തെങ്കിലുമൊക്കെ മയക്ക് തന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കരുത് എന്നുള്ള നിലക്ക്. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ വീട്ടിലുണ്ട്. അദ്ദേഹം മരുമകനോട് എന്നെ ചൂണ്ടിയിട്ട് പറയാണ്, എന്താളാ ഇയാളെ ഒരു പരിഗണനയും പരിഗണിക്കാത്തത്? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇയാളെ കാണുമ്പോൾ നീച്ചിക്കണമെന്ന്? ഇയാൾ വലിയ മഹാനല്ലേ, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതാ എനിക്ക് ജാക്കി വെക്കുകയാണ്. എന്നെ വലിയ ആളാക്കുമ്പോഴല്ലേ ഞാൻ മൂപ്പരെ വലിയ ആളാക്കുള്ളൂ. മരുമകൻ തലയും താഴ്ത്തി ഭവ്യതയോട് കൂടെ നിൽക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞ്, മുലരെ ഇരിക്കട്ടോ, ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട്, ഓരെ എന്നാണ് പിരിച്ചുവിടട്ടെ. അപ്പം ഞങ്ങളുടെ ഒരു തയ്യാറിയിൽ നിൽക്കുകയാണ്, അകത്തേക്ക് നമുക്ക് കാണാം. ഇങ്ങനെ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മൂപ്പരോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പരാതി വരെ മൂപ്പര് ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട്, ചിലരോട് നല്ലൾക്ക് പറയുന്നുണ്ട് ഒക്കെ ഉണ്ട്. ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അഴുതുമില്ല കാണാൻ കഴിഞ്ഞ കാഴ്ച, പരിശുദ്ധമായ ഖുർആൻ ഒരു മുസാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസാഫുമ്മ കയറി നിന്നിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ പ്രത്യേകിച്ചൊരു മുസാഫിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കിണറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാവരും ചെയ്യേണ്ടത്, ബഹുമാനിക്കേണ്ടത്. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും. അപ്പം ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസാഫിനേക്കാളും ഖുർആാനിനേക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ ധരിക്കും. അതിന് വേണ്ടിയിട്ട് എനിക്കെൻ്റെ രോമൊക്കെ എടുത്തെണീറ്റിട്ട്, പക്ഷെ ഒന്നും പറയാൻ വയ്യ. പറഞ്ഞാൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉദ്ദേശം അവിടെ നടപ്പോലെ നമുക്ക് അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അയാളെ വീട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വല്ല പീഡന കേസുകളോ മറ്റോ കൊടുത്താൽ അതും വലയാവും. മനസ്സുകൊണ്ട്, കാരണം മുൻകരത്ത് കണ്ട കൈകൊണ്ട് തടുക്കാൻ കയ്യിൽ കഴിയുന്ന, അല്ലെങ്കിൽ നാവ് കൊണ്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുള്ള ആ വെറുപ്പ് നമുക്ക് വന്നു. പിന്നെ സ്ത്രീകളടുത്തുനിന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന്, അപ്പം മരുമകൻ ചായയും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചായ വേണ്ട, നോമ്പ് നോറ്റിണ്. കളവ് പറഞ്ഞതാ, അള്ളാഹു പുറത്തേറ്റെ. അപ്പം എന്നാ കുട്ടികൾ കുടിച്ചോളി നിങ്ങൾ. ഇവർ പറഞ്ഞ്, ഉസ്താദ് അതിലൊരുത്ത് അന്ന് ഉസ്താദ് നോൽക്കണമെന്നൊക്കെ ഞങ്ങൾ നോൻപ് നോൽക്കലുണ്ട് എന്ന് പറഞ്ഞു. ആ അങ്ങനെ വേണം, അതൊക്കെ നല്ല സ്വഭാവമാണ് എന്നും പറഞ്ഞു. പിന്നെ മൂപ്പര് എൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരുന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളാണോ തെക്കേ തലക്കല പള്ളിയിൽ ജുമാക്ക് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ മൂല്യരെ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഞാൻ പറഞ്ഞു, ഞാൻ മീറാവിലിക്കുന്ന ആളല്ലേ. ആൾക്കാർ പറഞ്ഞു പുതിയ ഒരാൾ ജുമാക്ക് വന്നിനി, ഒരു പരിചയമില്ലാത്ത ഖുതുബ കയ്യാൻ നേരത്തെ കയറി വന്നത്, ഏത് വാതിൽക്കാണെങ്കിൽ കയറിയെന്നുള്ള ഔത്തേപ്പള്ളിയിലെത്തിയപ്പോഴാണ് കണ്ടത്. സലാം വീട്ടിയ പാടെ ഇറങ്ങിപ്പോയി ചെയ്തു. ഇങ്ങനെ എയിലെ പോയതെന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് ചേലും കോലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ മാതിരി ഉണ്ട്. തലയെക്കെട്ടും മറ്റൊക്കെ പറഞ്ഞു. തലയെക്കെട്ട് എന്ന നാടന്മാരും കാരണന്മാരും മണ്ട ഒഴിവാക്കി കെട്ടുന്ന കെട്ടുണ്ടല്ലോ, ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട്. അപ്പം മൂപ്പരെ വലുതാക്കി പറയാനുള്ളത്, അത് ഞാൻ തന്നെയാണ്. എനിക്ക് 41 തടിയാണുള്ളത്. അപ്പോൾ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും എല്ലായിടത്തും ഞാൻ കൂടും. അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ്, നിങ്ങളെ പള്ളിയിലും വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ, എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാലൂർ വെച്ചൂടെ? വാക്കാലൂർ നിങ്ങൾ കൂടലില്ലല്ലോ, ഇതവിടെ വെച്ച് ബാക്കി 40 എണ്ണം പുറത്തേക്ക് പറഞ്ഞയച്ചാൽ പോരെ. അപ്പം മൂപ്പരെന്നോട് പറഞ്ഞത്, അതിനവിടെ മായിനെ തുടരാൻ പറ്റൂല. മായിൻ എന്ന് പറഞ്ഞാൽ മായിൻകുട്ടി പേശി, ഓൻ കള്ളനാണ്, ഓനെ തുടരാൻ പറ്റൂല. ഓൻ കള്ളനാണെന്ന് പറഞ്ഞാൽ ഇയാൾ കള്ളനാണെന്ന് സ്ഥിരപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുകയാണ്, മൂല്യരെ നിങ്ങൾക്ക് മൊയ്തീൻ ശൈഖിനെ പരിചയമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കേട്ട പരിചയമുണ്ട്, കണ്ട പരിചയമില്ല. റിഫായി ശൈഖിനെ, അതും കണ്ട പരിചയമില്ല, കേട്ട പരിചയമുണ്ട്. അജ്മീർ ഖാജാനെ മൂപ്പരി അങ്ങനെ തന്നെയാണ്, കേട്ട പരിചയമുള്ളൂ, കണ്ട പരിചയമില്ല. എന്നാൽ ഞാൻ ഓലൊക്കെ കണ്ട ആളാണ്, ഓല മജ്ലിസിലൊക്കെ പോണ ആളാണ് ഞാൻ. എൻ്റെ മജ്ലിസിൽ ഇങ്ങോട്ടും വരലുണ്ട്. എന്തിനേറെ, ഒന്നരാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ പേരൻ്റെ മുമ്പിൽ 2 കബറാണോ ഇനി മണ്ണിട്ട് മൂടി പൊന്തിച്ചാണോ എന്നറിയില്ല. എന്നോട് പറഞ്ഞു, വീരാൻകുട്ടി, ഇവിടെ 2 കബറുണ്ട്, ആ കബറിനെ ചണ്ടാതിക്കണം. ആരാരും തിരിഞ്ഞു നോക്കാതെ പോയ ആൾക്കാരാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്.
അള്ളാന്റെ അടുത്ത ആൾക്കാരാണ്, ഓരെ ഖബർ ഉണ്ടാതിക്കണം നിന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, നിങ്ങളെ കണ്ടത് വലിയ കാര്യമായി. നമ്മൾ ഈ സമസ്തന്റെ ബുക്കില് നിബിതങ്ങൾ കളർ പറഞ്ഞ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്നൊക്കെ ഒരു ഉറപ്പ് പറയണില്ല. അതിപ്പം കണ്ണിയത്ത് പിന്നെ ബാബുലിയര് ഇവലാരും ഇപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. മാനുലിയരുമ്പലൊന്നും റസൂലുള്ള നിങ്ങളിപ്പോൾ നേരിട്ട് അങ്ങോട്ട് പോയല്ലോ, റസൂൽ ഇങ്ങോട്ട് വന്ന് ഒന്നരാടം കണ്ടല്ലോ, ഒരു വട്ടം രണ്ടിട്ടൊന്നും പലപ്പോൾ ഇനി ഭാരം കിലാവ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വട്ടോ രണ്ടോട്ടൊക്കെ കണ്ടു, നിങ്ങളടുത്ത് ഒന്നരാടം കണ്ടു വരുന്നല്ലേ. അപ്പൊ സത്യത്തിൽ എന്താണ് അള്ളാന്റെ റസൂലിന്റെ നിറം നിങ്ങളൊന്ന് പറഞ്ഞാണ്, എനിക്ക് വിശ്വസിക്കാനാണ്. അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു, എന്നോട് എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ഞാനാ ചോദിക്കുന്നത്, മറ്റോലിൻ്റെ ഒപ്പുള്ളതാ. അത് രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലൊക്കെ വലിയ പ്രാരാബ്ദം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടൊക്കെ നിങ്ങൾ ദ്വാരക്കണം. ഇവൻക്ക് ചെലവ് കൊണ്ടുവരുന്ന ആളാണ്. കാരണം ഇയാൾ മന്ദപ്പാണ്. നിങ്ങൾ ദ്വാരക്കെ ഓരൊരു മന്ദപ്പില്ല. ഓനൊക്കെ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണൊക്കെ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ് ഓനൊക്കെ. പിന്നെ ഞാൻ ഈ അലി അസ്രഫ് എന്ന് പറഞ്ഞ ഓൻ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ് ഇവന് പെണ്ണ് കെട്ടിയിട്ട് 2-3 കൊല്ലം ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല, നിങ്ങൾ ദ്വാരക്കണം. എന്നോട് പറഞ്ഞ് ഒരു 40 ദിവസങ്ങൾ യാസീൻ ഓതിയിട്ട് അവനെ മന്ദിരിക്ക്, അതൊക്കെയാണ് ശരിയായിക്കോളൂ. അവൻ്റെ കണ്ണിങ്ങനെ ഒരു വിരലുകൊണ്ട് കണ്ണിങ്ങനെ തുറന്ന് നോക്കിയിട്ട് അയക്കെന്തോ ഊതിയും ചെയ്തു. ഇപ്പം ഞാൻ ചോദിച്ചു, ഞാൻ യാസീൻ ഓതി വേർന്ന അവന് കുട്ടികളുണ്ടാവും, അപ്പോൾ കുറച്ച് ദേഷ്യത്തിലൊരു ഗുണവൻ ചെയ്യേണ്ടത് ഓനും ചെയ്യണം എന്ന്. പിന്നെ അവിടെ ഒരു ഭ്രാന്തണ്ടായി. ഭ്രാന്ത മോയിൻകാക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. ഞങ്ങളോട് പറഞ്ഞ് മോയിൻകുട്ടിനെ പേടിച്ചോളുണ്ടിട്ടോ, അത് നിങ്ങൾ വിചാരിച്ച ആളല്ല, നിങ്ങളെ കണ്ണിൽ ഓനെ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പേടി തന്നെയാണ്, മുപ്പര് ഇങ്ങനെ നടക്കുന്ന ആളാണല്ലോ, പേടി തന്നെയാണ്, കാരണം ബുദ്ധിയില്ലാത്ത ആളല്ലേ. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇവിടെ മുജാഹിദുകൾ ആരെങ്കിലും ഇവിടെ വരലുണ്ടോ ചോദിച്ചു. ഒരു മുജാഹിദിന്റെ ആളാണ് ഇപ്പം മൂപ്പര റൂമിൽ കയറി കുത്തിരിക്കണതിൻ്റെ ഒപ്പം വന്ന് കേട്ട്, മുജാഹിദിന്റെ ആശയക്കാരൻ, മുജാഹിദ് കുടുംബക്കാരൻ. ഓലൊന്നും ഇങ്ങോട്ട് വരൂല. ആ കണ്ട പിലാന്റെ അവിടെത്തി ആ വൈക്കെത്തിയാൽ ആ വേരുമ്മ തട്ടിത്തറിഞ്ഞ് ഓല് വീണു പോകും. ഓലൊന്നും ഇങ്ങോട്ട് കിടക്കൂല, ഇവിടെ വന്നാൽ ഒരു കരിഞ്ഞു പോകൂലേ. പിന്നെ മൂപ്പര് പറയാണ്, ഞാൻ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കും, ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട്. അന്നേരം മൂപ്പര് പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വാക്കാലുത്ത ഈ ഹമുക്കൾ നിങ്ങളെ വിശ്വസിക്കണില്ലല്ലോ, ഓർക്ക് ഇതൊന്നും ഇത്രയും വലിയ മഹാനായിട്ട് നിങ്ങളെ തിരിച്ചറിയാൻ ഓർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു നല്ലൊരൊന്നും ഓർക്ക് പറ്റൂല, നിങ്ങൾക്ക് 2 ദിവസം പകലാണ്ട് പാറിക്കൂടെ, എന്നാൽ ഓർക്കൊരു വിശ്വാസമാകുമല്ലോ എന്നാണ്. അപ്പൊ ഈ മണ്ണ് പാറാൻ പറ്റിയ ഈ മണ്ണിന്റെ മേൽഭാഗം പാറാൻ പറ്റിയ സ്ഥലമല്ല, ഇവിടുന്ന് പാറിയാൽ ചിറക് കരിഞ്ഞു പോകും, അത്രയും ദുഷിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്നാ ഞാൻ പറഞ്ഞു, എൻ്റെ മലമ്പ്രദേശത്താണ് തച്ചൻ്റെ വീട്, നിങ്ങൾ അങ്ങോട്ട് പോയി സൗകര്യമായിട്ട് പറക്കുക, കുട്ടികളൊക്കെ പട്ടം പറത്തുന്ന നല്ല സ്ഥലം ഒഴിഞ്ഞ് നന്നായിട്ട് പറക്കുക, ഇവലെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളൂ, അവിടുന്ന് ഇവല് കണ്ടോട്ടെ, ഈ ആമുക്കൾ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അതിനൊന്നും ഒത്തും പറഞ്ഞില്ല മൂപ്പര്. പിന്നെ മൂപ്പരിപ്പം ഞങ്ങൾ കാണാൻ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രതിവിധികളൊക്കെ പറഞ്ഞു തന്നതല്ലേ. അപ്പം പൈസ കൊടുക്കാതെ അവിടുന്ന് കഴിച്ചിട്ടാണല്ലോ. അപ്പൊ ഞങ്ങൾ അസർ കഴിച്ചിട്ടാണ് വേറെ എവിടെ പള്ളി. അപ്പൊ ഒരു പുരാതനമായ നിസ്കാര പള്ളി ഉണ്ട് മൂപ്പര് പെൻ്റെ അടുത്ത്. ഇത് മൂപ്പര് നിൽക്കുന്നിടത്തേക്ക് ഒരു ആനപ്പുറച്ചാല് എന്നാണ് അവർക്ക് പറയല്. ഇനിയിപ്പോ ഈ വന്ന മൂല്യന്മാർ മൂപ്പരെ മഹത്വം പറഞ്ഞാലൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കണമെന്നല്ല ഞാനീ പറഞ്ഞ കള്ളത്തരാണെങ്കിൽ. ആ പള്ളി പോയിക്കൊള്ളേ, ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ്. മൂപ്പരെക്കാളും പഴക്ക പള്ളിക്കുണ്ട്. മൂപ്പര അവിടെ വന്നാണ്, മൂപ്പര് ശരിക്കും കുയ്യമ്പറമ്പ് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു, എല്ലാം ഇങ്ങോട്ട് മുങ്ങി. അവിടുന്ന് കുറേ ദിവസം കഴിഞ്ഞത്, അപ്പോൾ ഒരു 4-5 മാസം കഴിഞ്ഞ് ഞാൻ മൂപ്പര രൂപൻ എൻ്റെ മനസ്സിൽ നിന്നാണ് മാറിയിരിക്കണം. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഹാഫ് കൈ കുപ്പായ അങ്ങനെ ചുറ്റി പിടിച്ചിങ്ങാണ്ട് ചുറ്റി വെച്ച്
കുപ്പായൊക്കെ ചുറ്റി പിടിച്ച് തരി കെട്ടും കെട്ടി മടക്കത്തും കുത്തി ഒരാളിങ്ങനെ വരുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് എന്നോട് ചോദിച്ചു, മൊലിയാരെ അസർ നിസ്കരിച്ചിക്കണോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അസർ സ്കെച്ചിട്ടില്ലേന്ന് അന്നേരം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജമായത്തിലിട്ട് പോകുമ്പോൾ പള്ളിക്ക് പോകുമ്പോൾ കൂട്ടി പോകുന്ന എൻ്റെ കൂടെ നിന്ന് ജമായത്ത് സ്കെച്ചാനായിക്കും വിചാരിച്ചു. ഇല്ല, നിസ്കരിച്ചാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞു. ഇജ്ജ് ഖിയാമത്ത് നാൾ വരെ നിസ്കരിച്ചൂലടാണ്, ഇജിൻ്റെ അടുത്ത് നസർ കരിച്ചെന്ന് പറഞ്ഞ് പോകുന്നതല്ലേ. അപ്പോഴാണ് എനിക്ക് ആളെപ്പിടുത്തം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞ ചങ്ങായെ, ഞാൻ എന്നാലും മിഞ്ഞാ നോക്കുന്ന സ്കെച്ച് ഇന്നത്തെ നിസ്കരിച്ചാൻ പോവുകയാണ് പറഞ്ഞു. മൂപ്പരാണ് പോയി. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സൗത്ത് പുത്തലത്ത് നിന്ന് പോയി. പിന്നെ ഞാൻ പന്നിപ്പാറ പോയി. പന്നിപ്പാറന്ന് പോയിട്ട് പിന്നെ പൊങ്ങല്ലൂരിൽ നിന്ന് 3 വർഷം പൊങ്ങല്ലൂർ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പുഴവക്കത്ത് നിന്നു. അതും കഴിഞ്ഞാൽ അരീക്കാട് പള്ളിയിൽ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ വിവാദപരമായ പള്ളിയിൽ ഖത്തീബായിട്ടുണ്ടായിരുന്നു 2 വർഷം. ആ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞതിന് ശേഷം അസർക്കുള്ള സ്ത്രീകൾക്കുള്ള ഒരു ക്ലാസ് ഉണ്ട്. അസർക്കല്ല, ഉച്ചൻ്റെ ശേഷം. ആ ക്ലാസ് കഴിഞ്ഞ് മഗ്‌രിബോട് കൂടിയിട്ടാണ് അവിടുന്ന് പിരിയുക. അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അരീക്കോട്ടേക്കുള്ള ബസ് കയറി പോകുമ്പോൾ ബസ്സിൻ്റെ സീറ്റിലിരുന്ന് തൊട്ടടുത്ത ഒരാൾ ഇരിക്കുന്നത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ എൻ്റെ ഈ വലത്തെ ഈ തുട ഭാഗം ഇങ്ങനെ ചൂടാകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ എന്തോ തട്ടുകയാണ്. എന്താ അത് നോക്കുമ്പോൾ അത് ചോറാണ്. ഒരാൾ പറയണത് ചോറാണ്. മമ്പുറത്ത് നേർച്ച ഉണ്ടായി, ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാങ്ങിച്ചിന്, ആ ചോറും കൊണ്ട് പോരുവാണ്. അന്നാണോ മമ്പുറത്ത് നേർച്ച എന്ന് വെച്ചു. അപ്പോൾ ചോറ് കൊടുക്കൽ രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട്. ഇനി അയാൾ മമ്പുറത്ത് നേർച്ച വാങ്ങിയ ഹോട്ടലിൽ നിന്ന് വാങ്ങി എന്താണെന്ന് അറിയില്ല. ഇന്നാണോ മമ്പുറത്ത് നേർച്ച? അപ്പം ഇയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ടാടാ, നിങ്ങൾക്കൊന്നും അത് അറിയില്ല, നിങ്ങളൊക്കെ ഇനി ദുന്യാവിലല്ലേ, ദുന്യാവുമ്മ കെട്ടിപ്പിടിച്ച് നടക്കല്ലേ നിങ്ങൾക്ക് മമ്പുറത്ത് നേർച്ചയും മഹാന്മാരെ ഉറൂസൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും നോക്കിയപ്പോൾ ഈ പറയപ്പെട്ട വീരങ്കാക്കാണ്. അതിൽ ഞാൻ ചോദിച്ചേ, കാക്ക മമ്പുറും ദുന്യാവും തൊട്ട് ദൂരമുണ്ടോ? നിങ്ങൾ വലിയ ഔലിയും കോജയായിട്ട് ഇങ്ങനെ ചലച്ച് നടക്കണം, ഈ അതുമായിട്ട് ഇത്ര ദൂരമുണ്ട്, നിങ്ങളൊന്ന് പോയി പണിയൊക്കെ ആക്കാറ്. പിന്നീട് ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായിക്കടുത്ത് ഒരു വീട്ടിൽ ക്യാൻസറിൻ്റെ ചികിത്സക്ക് പോയി. അവിടെ എന്തോ മൂത്രത്തിൽ എന്തോ ഒരു പരിപാടി ചെയ്ത് കാട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട്, വെറ്റില എന്തൊക്കെ ഇട്ടിട്ട്. മുജാഹിദിൻ്റെ നാടാണുള്ളതായി. അത് ഇതാണ് ട്രീറ്റ്മെൻറ്റ് എന്നും കൂടി അറിഞ്ഞപ്പോൾ ആ നാട്ടുകാർ പൊതിരെ തച്ച് വിട്ടുകൾ അവിടുന്ന്. അങ്ങനെ അവിടുന്ന് പോയി. ഇതറിഞ്ഞപ്പോൾ പാക്കാലെടുത്ത കുട്ടികളൊക്കെ സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദ നൃത്തം ചട്ടിനാൽ അവിടെ. ഈ മനുഷ്യനെയാണ് വലിയാണ്, മുറബിയാണ് ഒക്കെ പറഞ്ഞിട്ട് നടക്കുന്നത്. ഏതായാലും അള്ളയും റസൂലാണെന്ന് പറഞ്ഞ വലിയ ഭാഗ്യം ഇവര്. ഇതിൻ്റെ സ്വന്തം അനുഭവമാണ്. ഇങ്ങനെയൊന്നും അല്ലാന്ന് ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നം. ഇതിൻ്റെ അനുഭവം ഞാൻ പോയി പറഞ്ഞ ആൾക്കാർ ഒന്ന് നാസിഫിനോട് ചോദിച്ചിട്ട് കാര്യമില്ല പോലെ. അങ്ങനെ ഒരു തൻ്റെ ഇടല്ല ചില കൊണ്ടിരുന്ന ആളെ പോലെ. ഈ ചില കൊണ്ടിരുന്ന ആൾക്കാർ ഏത് പള്ളിക്കലും അങ്ങനെ കുറച്ചൊരു കുറവുള്ള ആൾക്കാരെ ഇക്കാറല്ലോ. അലി അസ്രഫ് അദ്ദേഹം കാന്തപുരം വിഭാഗത്തിൻ്റെ ആളാണ്. ഇപ്പോൾ ഇടവണ്ണപ്പാറ ഒരു ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അതിൻ്റെ വണ്ടിയിൽ ഗ്യാസും കയറ്റിക്കൊണ്ട് നടക്കുന്ന ആളാണ്. മൻസൂർ ഉണ്ട് എന്ന് ചോദിച്ചാൽ. ഇനിയിപ്പോൾ ഈ പറയപ്പെട്ട സ്ഥലത്ത് വാക്കാലൂർ മഹലിൽ ആരോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ഈ പറയപ്പെട്ട മായിൻകുട്ടി പൈസി എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം. കാളമ്പാടി ഉസ്താദിൻ്റെ മരുവൻ. വാക്കാലൂർ മഹലിലെ നിവാസികളോട് ആനപ്പുറച്ചാലിൽ ഉണ്ടായിരുന്ന വീരാൻകുട്ടിയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. ഇതൊക്കെയാണ് ഔലിയ. നമ്മൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ കെട്ടിയിറക്കിയിട്ട് വലിയാണ്, കുത്തുബാണ്, ഗൗസാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതരാവും. അല്ലെങ്കിലും നമുക്കൊരു സ്വഭാവമുണ്ട്, 2 ദിവസം വയലോ 3 ദിവസം വയലേറെ ദിക്റില്ലാൽ
മൂന്നാമത്തെ ദിവസവും വലിയാണ്, ഞാൻ ഇന്ന ദിവസമേ വീട്ടിലുണ്ടാവുള്ളൂ, ഇന്നപ്പോഴും അവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓല നമ്പർ പറയലും ഓല അതിന് മന്ത്രിച്ചാൻ പറയലും ഉദാൻ പറയലും. അപ്പം നമ്മൾ തോന്നി ഇവരെന്തൊക്കെയോ അയക്കണെന്ന്. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ, അബദ്ധജടിലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. ഇയാൾ മരിച്ച വിവരമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും വിവരക്കേട് കൊണ്ട് ചെയ്തു പോയതാണ്. ഈ പടച്ചോൻ ആ മനുഷ്യന് മാപ്പ് കൊടുക്കട്ടെ. മരിച്ചു എന്നൊക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് കേൾക്കുന്നത്. അള്ളാഹു അദ്ദേഹം അബദ്ധജടിലമായി ദുന്യാവിൻ്റെ മോഹത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് അതൊക്കെ ചെയ്തിരുന്നത് എങ്കിൽ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അള്ളാഹു ദയാലുവാണല്ലോ, അള്ളാഹു റഹ്മാനാണല്ലോ, അള്ളാഹു റഹീമാണല്ലോ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ ഇനിയും ആ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കലാണ് വിവരമുള്ളവർക്ക് കരണീയം.